കോവിഡ്-19 പ്രതിരോധത്തിനായി ലോകത്തിലെ ഏറ്റവും വലിയ കോൺവാലസന്റ് പ്ലാസ്മ തെറാപ്പി ട്രയലായ പ്രൊജക്ട് പ്ലാറ്റിന ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. കോവിഡ്-19 പ്രതിരോധത്തിനായി ലോകത്തിലെ ഏറ്റവും വലിയ കോൺവാലസന്റ് പ്ലാസ്മ തെറാപ്പി ട്രയലായ പ്രൊജക്ട് പ്ലാറ്റിന ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 പ്രതിരോധത്തിനായി പ്ലാസ്മ ബാങ്ക് ആരംഭിക്കുന്നത് ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 പ്രതിരോധത്തിനായി പ്ലാസ്മ ബാങ്ക് ആരംഭിക്കുന്നത് ന്യൂഡൽഹി. കോവിഡ്-19 പ്രതിരോധത്തിന്റെ ഭാഗമായി എല്ലാ ജനങ്ങൾക്കും 2 ആഴ്ച കൊണ്ട് സ്ക്രീനിംഗ് നടത്തുന്നതിനായി കിൽ കൊറോണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. കോവിഡ്-19 പ്രതിരോധത്തിന്റെ ഭാഗമായി എല്ലാ ജനങ്ങൾക്കും 2 ആഴ്ച കൊണ്ട് സ്ക്രീനിംഗ് നടത്തുന്നതിനായി കിൽ കൊറോണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. കോവിഡ്-19 പ്രതിരോധത്തിന്റെ ഭാഗമായി ചേസ് ദ വൈറസ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. കോവിഡ്-19 പ്രതിരോധത്തിന്റെ ഭാഗമായി ചേസ് ദ വൈറസ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിക്കുന്ന വിനോദ വിജ്ഞാന പരിപാടി കിളിക്കൊഞ്ചൽ. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിക്കുന്ന വിനോദ വിജ്ഞാന പരിപാടി കിളിക്കൊഞ്ചൽ. ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി ഇന്ത്യയിൽ പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസ്. ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി ഇന്ത്യയിൽ പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രൈം മിനിസ്റ്റേഴ്സ് ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് KK വേണുഗോപാൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് KK വേണുഗോപാൽ. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായി വീണ്ടും നിയമിതനായത് തുഷാർ മേത്ത. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായി വീണ്ടും നിയമിതനായത് തുഷാർ മേത്ത. 2020 IT ആക്ട് 69A പ്രകാരം കേന്ദ്ര സർക്കാർ എത്ര ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളെയാണ് വിലക്കിയത്? 118. 2020 IT ആക്ട് 69A പ്രകാരം കേന്ദ്ര സർക്കാർ എത്ര ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളെയാണ് വിലക്കിയത്? 118. തെങ്ങുകളുടെ തടമെടുത്ത് ജൈവവളം ചേർത്ത് ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച ജില്ല കാസർഗോഡ്. തെങ്ങുകളുടെ തടമെടുത്ത് ജൈവവളം ചേർത്ത് ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ആരംഭിച്ച ജില്ല കാസർഗോഡ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിനായി KSFE കുടുംബശ്രീയുമായി ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതി വിദ്യാശ്രീ. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിനായി KSFE കുടുംബശ്രീയുമായി ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതി വിദ്യാശ്രീ. കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം 2020 നേടിയ ഇന്ത്യൻ സാഹിത്യകാരി. കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം 2020 നേടിയ ഇന്ത്യൻ സാഹിത്യകാരി കൃതിക പാണ്ഡെ. കൃതിക പാണ്ഡെയ്ക്കാണ് ലഭിച്ചത്. അവരുടെ കൃതിയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. കോവിഡ്-19 സേവനത്തിനായി പത്തനംതിട്ട ഇരവിപേരൂർ കോട്ടക്കാട് ആശുപത്രിയിൽ ആരംഭിച്ച റോബോട്ട് ആശ സാഫി. കോവിഡ്-19 സേവനത്തിനായി പത്തനംതിട്ട ഇരവിപേരൂർ കോട്ടക്കാട് ആശുപത്രിയിൽ ആരംഭിച്ച റോബോട്ട് ആശ സാഫി. കോവിഡ്-19 പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങിവരുന്ന പ്രവാസികളുടെ പുനരധിവാസവും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഡ്രീം കേരള. കോവിഡ്-19 പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങിവരുന്ന പ്രവാസികളുടെ പുനരധിവാസവും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഡ്രീം കേരള. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. UN-ന്റെ ജനീവയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ഇന്ദ്രമണി പാണ്ഡെ. UN-ന്റെ ജനീവയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ഇന്ദ്രമണി പാണ്ഡെ. മലാവിയുടെ പുതിയ പ്രസിഡന്റ് ലാസറസ് ചക്വേര. മലാവിയുടെ പുതിയ പ്രസിഡന്റ് ലാസറസ് ചക്വേര. ഇന്ത്യയുടെ പ്രഥമ ശുക്രദൗത്യമായ ശുക്രയാൻ 1മായി സഹകരിക്കുന്ന വിദേശരാജ്യം സ്വീഡൻ. ഇന്ത്യയുടെ പ്രഥമ ശുക്രദൗത്യമായ ശുക്രയാൻ 1മായി സഹകരിക്കുന്ന വിദേശരാജ്യം സ്വീഡൻ. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ജീൻ കാസ്റ്റക്സ്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ജീൻ കാസ്റ്റക്സ്. ഇന്ത്യ ജപ്പാൻ സംയുക്ത വ്യോമാഭ്യാസമായ പാസെക്സ് 2020 വേദിയായത് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യ ജപ്പാൻ സംയുക്ത വ്യോമാഭ്യാസമായ പാസെക്സ് 2020 വേദിയായത് ഇന്ത്യൻ മഹാസമുദ്രം. ഭൂട്ടാനിലെ
600 മെഗാവാട്ട് കൊലോങ്ചു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുമായി സഹകരിക്കുന്ന രാജ്യം ഇന്ത്യ. ഭൂട്ടാനിലെ 600 മെഗാവാട്ട് കൊലോങ്ചു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുമായി സഹകരിക്കുന്ന രാജ്യം ഇന്ത്യ. 2020 ജൂലൈയിൽ നടന്ന ജനഹിത പരിശോധന വഴി പാസാക്കിയ ഭരണഘടനാ ഭേദഗതിയിലൂടെ 2036 വരെ അധികാരത്തിൽ തുടരാനുള്ള അനുമതി ലഭിച്ച രാഷ്ട്ര നേതാവ് ആരാണ്? വ്ളാഡിമിർ പുടിൻ, റഷ്യ. 2020 ജൂലൈയിൽ നടന്ന ജനഹിത പരിശോധന വഴി പാസാക്കിയ ഭരണഘടനാ ഭേദഗതിയിലൂടെ 2036 വരെ അധികാരത്തിൽ തുടരാനുള്ള അനുമതി ലഭിച്ച രാഷ്ട്ര നേതാവ് ആരാണ്? വ്ളാഡിമിർ പുടിൻ, റഷ്യ. 2020 ഡയാന അവാർഡ് നേടിയ ഇന്ത്യൻ ബാലിക ഫ്രേയ തക്രാൽ. 2020 ഡയാന അവാർഡ് നേടിയ ഇന്ത്യൻ ബാലിക ഫ്രേയ തക്രാൽ. UN ഗ്ലോബൽ ഇ-വേസ്റ്റ് മോണിറ്റർ 2020 റിപ്പോർട്ട് പ്രകാരം 2019 ഏറ്റവും കൂടുതൽ ഇ-വേസ്റ്റ് പുറന്തള്ളിയ രാജ്യം ചൈന. 3-ാം സ്ഥാനം ഇന്ത്യ. UN ഗ്ലോബൽ ഇ-വേസ്റ്റ് മോണിറ്റർ 2020 റിപ്പോർട്ട് പ്രകാരം 2019 ഏറ്റവും കൂടുതൽ ഇ-വേസ്റ്റ് പുറന്തള്ളിയ രാജ്യം ചൈന. 3-ാം സ്ഥാനം ഇന്ത്യ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയും തങ്ങളുടെ ചിത്രം ഉപയോഗിച്ച് പ്രചരണം നടത്തരുത് എന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ശ്രീലങ്ക. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയും തങ്ങളുടെ ചിത്രം ഉപയോഗിച്ച് പ്രചരണം നടത്തരുത് എന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ശ്രീലങ്ക. ദേശീയോദ്യാന പദവി ലഭിക്കുന്ന ആസാമിലെ വന്യജീവി സങ്കേതം ഏത്? ദഹിങ് പട്കായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ദേശീയോദ്യാന പദവി ലഭിക്കുന്ന ആസാമിലെ വന്യജീവി സങ്കേതം ഏതാണ്? ദഹിങ് പട്കായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ശേഷ് നാഗ്. 2.8 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ശേഷ് നാഗ്. 2.8 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഓവർഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഊർജിത് പട്ടേൽ. ഓവർഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഊർജിത് പട്ടേൽ. 2020 ജൂലൈയിൽ ഒഫെക് 16 എന്ന സ്പൈ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ഇസ്രായേൽ. 2020 ജൂലൈയിൽ ഒഫെക് 16 എന്ന ചാര ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇസ്രായേൽ. കോവിഡ്-19 ജനങ്ങളുടെ മൗലികാവകാശങ്ങളിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെപ്പറ്റി പഠിക്കുന്നതിനായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച 11 അംഗ കമ്മിറ്റിയുടെ തലവൻ KS റെഡ്ഡി. കോവിഡ്-19 ജനങ്ങളുടെ മൗലികാവകാശങ്ങളിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെപ്പറ്റി പഠിക്കുന്നതിനായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച 11 അംഗ കമ്മിറ്റിയുടെ തലവൻ KS റെഡ്ഡി. 2020 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 117, 1-ാമത് സ്വീഡൻ. 2020 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 117, 1-ാമത് സ്വീഡൻ. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഡിജിറ്റൽ സേഫ്റ്റി എന്നിവയെപ്പറ്റിയുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കുന്നതിനായി CBSEയുമായി സഹകരിക്കുന്ന കമ്പനി ഫേസ്ബുക്ക്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഡിജിറ്റൽ സേഫ്റ്റി എന്നിവയെപ്പറ്റിയുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കുന്നതിനായി CBSEയുമായി സഹകരിക്കുന്ന കമ്പനി ഫേസ്ബുക്ക്. കേരള ആദായനികുതി വകുപ്പിൻ്റെ ആദ്യ വനിതാ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ശശികല നായർ. കേരള ആദായനികുതി വകുപ്പിൻ്റെ ആദ്യ വനിതാ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ശശികല നായർ. ഇന്ത്യയിൽ വികസിപ്പിക്കുന്ന ആദ്യ കോവിഡ്-19 വാക്സിൻ കോവാക്സിൻ. ഇന്ത്യയിൽ വികസിപ്പിക്കുന്ന ആദ്യ കോവിഡ്-19 വാക്സിൻ കോവാക്സിൻ. ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ്-19 ചികിത്സാ കേന്ദ്രം സർദാർ പട്ടേൽ കോവിഡ് കെയർ ആൻഡ് ഹോസ്പിറ്റൽ, ന്യൂഡൽഹി. ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ്-19 ചികിത്സാ കേന്ദ്രം സർദാർ പട്ടേൽ കോവിഡ് കെയർ ആൻഡ് ഹോസ്പിറ്റൽ, ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഗോൾഡൻ ബേർഡ് വിങ്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഗോൾഡൻ ബേർഡ് വിങ്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചിത്രശലഭം സതേൺ ബേർഡ് വിങ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചിത്രശലഭം സതേൺ ബേർഡ് വിങ്. ഓൾ ഇന്ത്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച ആദ്യ ന്യൂസ് മാഗസിൻ പരിപാടി സംസ്കൃത് സപ്താഹികി. ഓൾ ഇന്ത്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച ആദ്യ ന്യൂസ് മാഗസിൻ പരിപാടി സംസ്കൃത് സപ്താഹികി. വാട്സാപ്പ് ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ ബ്രാൻഡ് ക്യാമ്പയിൻ ഇറ്റ്സ് ബിറ്റ്വീൻ യു. വാട്സാപ്പ് ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ ബ്രാൻഡ് ക്യാമ്പയിൻ ഇറ്റ്സ് ബിറ്റ്വീൻ യു. ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിൽ. ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് രാജസ്ഥാനിലെ ജയ്പൂർ. 2021 ജൂലൈയോടുകൂടി ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിൻവാങ്ങുന്ന രാജ്യം അമേരിക്ക. 2021 ജൂലൈയോടുകൂടി ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിൻവാങ്ങുന്ന രാജ്യം അമേരിക്ക. കോൾ, ന്യൂക്ലിയർ പവർ എന്നിവ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാൻ തീരുമാനിച്ച യൂറോപ്യൻ രാജ്യം ജർമ്മനി. കോൾ, ന്യൂക്ലിയർ പവർ എന്നിവ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാൻ തീരുമാനിച്ച യൂറോപ്യൻ രാജ്യം ജർമ്മനി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയണിൽ 2023 മുമ്പ് തന്നെ മീസിൽസ്, റുബെല്ല തുടങ്ങിയ രോഗങ്ങളെ ഉന്മൂലനം ചെയ്ത ആദ്യ രാജ്യങ്ങൾ
മാലിദ്വീപ്, ശ്രീലങ്ക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയനിൽ 2023 മുമ്പ് തന്നെ മീസിൽസ്, റുബെല്ല തുടങ്ങിയ രോഗങ്ങളെ ഉന്മൂലനം ചെയ്ത ആദ്യ രാജ്യങ്ങൾ മാലിദ്വീപ്, ശ്രീലങ്ക. 2020 ഓഗസ്റ്റിൽ ISRO വിക്ഷേപിക്കുന്ന ബ്രസീലിൻ്റെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ആമസോണിയ 1. 2020 ഓഗസ്റ്റിൽ ISRO വിക്ഷേപിക്കുന്ന ബ്രസീലിൻ്റെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ആമസോണിയ 1. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മലയോര പ്രദേശങ്ങളിലെ വിഭവങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിനായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റ് സേവിക. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മലയോര പ്രദേശങ്ങളിലെ വിഭവങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിനായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റ് സേവിക. ഏഷ്യയിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ രേവ എന്ന സ്ഥലത്ത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ രേവ എന്ന സ്ഥലത്ത്. COVID-19 ബാധിതർക്ക് വെന്റിലേറ്ററിന് പകരം ഉപയോഗിക്കുന്നതിനായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, വിപ്രോ എന്നിവ സംയുക്തമായി വികസിപ്പിച്ച എമർജൻസി ബ്രീത്തിംഗ് അസിസ്റ്റ് സിസ്റ്റം എയർ ബ്രിഡ്ജ്. COVID-19 ബാധിതർക്ക് വെന്റിലേറ്ററിന് പകരം ഉപയോഗിക്കുന്നതിനായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, വിപ്രോ എന്നിവ സംയുക്തമായി വികസിപ്പിച്ച എമർജൻസി ബ്രീത്തിംഗ് അസിസ്റ്റ് സിസ്റ്റം എയർ ബ്രിഡ്ജ്. കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതിനും ആത്മഹത്യാ പ്രവണത ചെറുക്കുന്നതിനും ആയി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതിനും ആത്മഹത്യാ പ്രവണത ചെറുക്കുന്നതിനും ആയി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാനതല ലോകഅദാലത്ത് നടത്തിയ ഹൈക്കോടതി ഛത്തീസ്ഗഡ് ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാനതല ലോകഅദാലത്ത് നടത്തിയ ഹൈക്കോടതി ഛത്തീസ്ഗഡ് ഹൈക്കോടതി. സിംഗപ്പൂരിലെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായത് ആരാണ്? ലീസിയൻ ലൂങ്. സിംഗപ്പൂരിലെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായത് ആരാണ്? ലീസിയൻ ലൂങ്. UAEയുടെ പ്രഥമ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് ഹോപ്പ്. ചൊവ്വ പര്യവേഷണം നടത്തുന്ന ആദ്യ അറബ് രാജ്യം UAE. UAEയുടെ പ്രഥമ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ഹോപ്പ്. ചൊവ്വ പര്യവേഷണം നടത്തുന്ന ആദ്യ അറബ് രാജ്യം UAE. 2020-2025 കാലഘട്ടത്തിൽ 6 മുതൽ 8 വരെ ന്യൂക്ലിയർ റിയാക്ടറുകൾ നിർമ്മിക്കുന്ന രാജ്യം ചൈന. 2020-2025 കാലഘട്ടത്തിൽ 6 മുതൽ 8 വരെ ന്യൂക്ലിയർ റിയാക്ടറുകൾ നിർമ്മിക്കുന്ന രാജ്യം ചൈന. ഹരിത കേരളം മിഷനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് തരിശുഭൂമി കാർഷിക സമ്പന്നമാക്കുന്നതിനായി വിവിധ ക്ഷേത്രങ്ങളിൽ ആരംഭിച്ച പദ്ധതി ദേവഹരിതം. ഹരിത കേരളം മിഷനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് തരിശുഭൂമി കാർഷിക സമ്പന്നമാക്കുന്നതിനായി വിവിധ ക്ഷേത്രങ്ങളിൽ ആരംഭിച്ച പദ്ധതി ദേവഹരിതം. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല വയനാട്. ആദ്യ ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല വയനാട്. ആദ്യ ജില്ല തിരുവനന്തപുരം. ഗോത്രവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ് മഴവിൽ പൂവ്. ഗോത്രവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ് മഴവിൽ പൂവ്. പട്ടികജാതി വിഭാഗത്തിലെ ഹൈസ്കൂൾ മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളോടുകൂടിയ പഠനമുറികൾ നിർമ്മിക്കുന്നതിനായി കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതി പഠനമുറി. പട്ടികജാതി വിഭാഗത്തിലെ ഹൈസ്കൂൾ മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളോടുകൂടിയ പഠനമുറികൾ നിർമ്മിക്കുന്നതിനായി കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതി പഠനമുറി. 2020 ദൂരദർശൻ ഒഴികെയുള്ള ഇന്ത്യൻ വാർത്താ ചാനലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം നേപ്പാൾ. 2020 ദൂരദർശൻ ഒഴികെയുള്ള ഇന്ത്യൻ വാർത്താ ചാനലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം നേപ്പാൾ. ഗൂഗിൾ പ്ലസിന് പകരമായി ഗൂഗിൾ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ കറൻസ്. ഗൂഗിൾ പ്ലസിന് പകരമായി ഗൂഗിൾ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ കറൻസ്. COVID-19 സാഹചര്യത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ചിരി. COVID-19 സാഹചര്യത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ചിരി. COVID-19 വ്യാപനം നിലനിൽക്കുന്നതിനിടയിൽ കർശന നിയന്ത്രണങ്ങളോടെ പൊതുതെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. COVID-19 വ്യാപനം നിലനിൽക്കുന്നതിനിടയിൽ കർശന നിയന്ത്രണങ്ങളോടെ പൊതുതെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. 2020 ഗബ്രിയേൽ മാർക്വേസ് പുരസ്കാരത്തിന് അർഹനായത് പെരുമ്പടവം ശ്രീധരൻ. 2020 ഗബ്രിയേൽ മാർക്വേസ് പുരസ്കാരത്തിന് അർഹനായത് പെരുമ്പടവം ശ്രീധരൻ. കോഴിക്കോട് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ EMK ജയരാജ്. കോഴിക്കോട് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ EMK ജയരാജ്.
പോളണ്ടിൻ്റെ പ്രസിഡന്റായി നിയമിതനാകുന്നത് ആൻഡ്രസ് ഡ്യൂഡ. പോളണ്ടിൻ്റെ പ്രസിഡന്റായി നിയമിതനാകുന്നത് ആൻഡ്രസ് ഡ്യൂഡ. ഇന്ത്യക്ക് 75,000 കോടിയുടെ ഡിജിറ്റൈസേഷൻ ഫണ്ട് അനുവദിക്കുന്ന കമ്പനി ഗൂഗിൾ. ഇന്ത്യക്ക് 75,000 കോടിയുടെ ഡിജിറ്റൈസേഷൻ ഫണ്ട് അനുവദിക്കുന്ന കമ്പനി ഗൂഗിൾ. ഇന്റർനാഷണൽ അക്കാദമി ഓഫ് ആസ്ട്രോനോട്ടിക്സിൻ്റെ വോൺ കാർമൻ അവാർഡ് 2020 അർഹനായത് ISRO ചെയർമാനായ കെ ശിവൻ. ഇന്റർനാഷണൽ അക്കാദമി ഓഫ് ആസ്ട്രോനോട്ടിക്സിൻ്റെ വോൺ കാർമൻ അവാർഡ് 2020 അർഹനായത് ISRO ചെയർമാനായ കെ ശിവൻ. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ഒ സജിത. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ഒ സജിത. 2019-2020 കാലയളവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാവസായിക പങ്കാളിയായ രാജ്യം അമേരിക്ക. 2ാം സ്ഥാനം ചൈന. 2019-2020 കാലയളവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാവസായിക പങ്കാളിയായ രാജ്യം അമേരിക്ക. 2ാം സ്ഥാനം ചൈന. ലോകത്തിൽ ആദ്യമായി കോവിഡ്-19 വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ച് വിജയിച്ചു എന്ന് അവകാശപ്പെട്ട കമ്പനി ഗമാലൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെമിയോളജി ആൻഡ് മൈക്രോബയോളജി, റഷ്യ. ലോകത്തിൽ ആദ്യമായി കോവിഡ്-19 വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ചു വിജയിച്ചു എന്ന് അവകാശപ്പെട്ട കമ്പനി ഗമാലൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെമിയോളജി ആൻഡ് മൈക്രോബയോളജി, റഷ്യ. കോവിഡ്-19 ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനായി IRDAI ആരംഭിച്ച ഹ്രസ്വകാല ഇൻഷുറൻസ് പദ്ധതികൾ. കൊറോണ കവച്, കൊറോണ രക്ഷക്. കോവിഡ്-19 ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനായി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആരംഭിച്ച ഹ്രസ്വകാല ഇൻഷുറൻസ് പദ്ധതികൾ. കൊറോണ കവച്, കൊറോണ രക്ഷക്. ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാനും അഭിമുഖങ്ങളെ ലളിതമായി നേരിടാനും ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശ്ശൂരിൽ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി കണക്ട് ടു വർക്ക്. ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാനും അഭിമുഖങ്ങളെ ലളിതമായി നേരിടാനും ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശ്ശൂരിൽ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി കണക്ട് ടു വർക്ക്. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖം കൊച്ചി. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖം കൊച്ചി. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ അശോക് ലവാസ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ അശോക് ലവാസ. ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പുതിയ മാനദണ്ഡങ്ങൾ അറിയപ്പെടുന്ന പേര് പ്രഖ്യാത. ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പുതിയ മാനദണ്ഡങ്ങൾ അറിയപ്പെടുന്ന പേര് പ്രഖ്യാത. UN ജനറൽ അസംബ്ലി അന്തർദേശീയ പഴം പച്ചക്കറി വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2021. UN ജനറൽ അസംബ്ലി അന്തർദേശീയ പഴം പച്ചക്കറി വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2021. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജ് അഞ്ചിഘാത് ബ്രിഡ്ജ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജാണെന്ത്? അഞ്ചിഘാത് ബ്രിഡ്ജ്. 2020 ജൂലൈയിൽ രാജിവെച്ച ടുണീഷ്യയുടെ പ്രധാനമന്ത്രി എലൈസ് ഫക്ഫാക്ക്. 2020 ജൂലൈയിൽ രാജിവെച്ച ടുണീഷ്യയുടെ പ്രധാനമന്ത്രി എലൈസ് ഫക്ഫാക്ക്. 2020 ജൂലൈയിൽ ഇന്ത്യയുമായി സൈബർ സുരക്ഷാ പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ട രാജ്യം ഇസ്രായേൽ. 2020 ജൂലൈയിൽ ഇന്ത്യയുമായി സൈബർ സുരക്ഷാ പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ട രാജ്യം ഇസ്രായേൽ. ഇന്ത്യയുമായി പുതിയ ട്രേഡ് റൂട്ട് ആരംഭിച്ച രാജ്യം ഭൂട്ടാൻ. ഇന്ത്യയുമായി പുതിയ ട്രേഡ് റൂട്ട് ആരംഭിച്ച രാജ്യം ഭൂട്ടാൻ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നിരക്ക് 291 രൂപ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നിരക്ക് 291 രൂപ. 2020-2021 കാലയളവിലെ CBSE ഹൈസ്കൂൾ പാഠ്യപദ്ധതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തുന്നതിനായി ധാരണയിൽ ഏർപ്പെട്ട കമ്പനി IBM. 2020-2021 കാലയളവിലെ CBSE ഹൈസ്കൂൾ പാഠ്യപദ്ധതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തുന്നതിനായി ധാരണയിൽ ഏർപ്പെട്ട കമ്പനി IBM. ഗാബോണിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതനായത് റോസ് ക്രിസ്ത്യാനെ ഒസൂക്ക റപ്പോണ്ട. ഗാബോണിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് റോസ് ക്രിസ്ത്യാനെ ഒസൂക്ക റപ്പോണ്ട. കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് 2022 സെനഗലിൽ നടത്താനിരുന്ന യൂത്ത് ഒളിമ്പിക്സ് 2026 മാറ്റിവെച്ചു. കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് 2022 സെനഗലിൽ വെച്ച് നടത്താനിരുന്ന യൂത്ത് ഒളിമ്പിക്സ് 2026 മാറ്റിവെച്ചു. കോവിഡ്-19 ചികിത്സയ്ക്കായി കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ്, മലപ്പുറം. കോവിഡ്-19 ചികിത്സയ്ക്കായി കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ്, മലപ്പുറം. ഹരിത കേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതി പെൻ ബൂത്ത്. ഹരിത കേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതി പെൻ ബൂത്ത്.
റോഡപകടങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് നിർമ്മിച്ച ഹ്രസ്വചിത്രം കാഴ്ചയ്ക്കപ്പുറം. സംവിധാനം അൻഷാദ് കരുവഞ്ചാൽ. റോഡപകടങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് നിർമ്മിച്ച ഹ്രസ്വചിത്രം കാഴ്ചയ്ക്കപ്പുറം. സംവിധാനം അൻഷാദ് കരുവഞ്ചാൽ. കണ്ണൂർ ജില്ലയിലെ കോട്ടയം പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ജലശ്രീ പദ്ധതി. കണ്ണൂർ ജില്ലയിലെ കോട്ടയം പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ജലശ്രീ പദ്ധതി. കോവിഡ് പശ്ചാത്തലത്തിൽ വീടുകളിൽ കഴിയുന്ന NSS വളണ്ടിയർമാർ 10 വീതം പച്ചക്കറി തൈകൾ അവരവരുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുന്നതിനായി കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഹരിതഗാന്ധി. കോവിഡ് പശ്ചാത്തലത്തിൽ വീടുകളിൽ കഴിയുന്ന NSS വളണ്ടിയർമാർ 10 വീതം പച്ചക്കറി തൈകൾ അവരവരുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുന്നതിനായി കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഹരിതഗാന്ധി. വന്യജീവി സങ്കേതം ആക്കാൻ തീരുമാനിച്ച ആസാമിലെ റിസർവ് ഫോറസ്റ്റ് പോബ റിസർവ് ഫോറസ്റ്റ്. വന്യജീവി സങ്കേതമാക്കാൻ തീരുമാനിച്ച ആസാമിലെ റിസർവ് ഫോറസ്റ്റ് പോബ റിസർവ് ഫോറസ്റ്റ്. 2020 ചബാഹർ റെയിൽ പ്രൊജക്റ്റ് നിർമ്മാണത്തിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കിയ രാജ്യം ഇറാൻ. 2020 ചബാഹർ റെയിൽ പ്രൊജക്റ്റ് നിർമ്മാണത്തിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കിയ രാജ്യം ഇറാൻ. ആദ്യമായി വൈദ്യുതി ലൈനുകളും ട്രാൻസ്മിഷൻ ടവറുകളും നിരീക്ഷിക്കുന്നതിനായി ഡ്രോണുകൾ ഉപയോഗിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ആദ്യമായി വൈദ്യുതി ലൈനുകളും ട്രാൻസ്മിഷൻ ടവറുകളും നിരീക്ഷിക്കുന്നതിനായി ഡ്രോണുകൾ ഉപയോഗിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഐക്യരാഷ്ട്രസഭ പ്രഥമ ലോക ചെസ് ദിനമായി ആചരിച്ചത് 2020 ജൂലൈ 20. ഐക്യരാഷ്ട്രസഭ പ്രഥമ ലോക ചെസ് ദിനമായി ആചരിച്ചത് 2020 ജൂലൈ 20. ഇന്ത്യയിൽ ആദ്യമായി പൊതുജനങ്ങൾക്ക് വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നത് ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി പൊതുജനങ്ങൾക്ക് വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നത് ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ് നബാർഡിൻ്റെ നേതൃത്വത്തിൽ 44 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്ക് അനുമതി ലഭിച്ചത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ഇന്ത്യയിലെ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ് നബാർഡിൻ്റെ നേതൃത്വത്തിൽ 44 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്ക് അനുമതി ലഭിച്ചത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ പദവി ലഭിക്കുന്ന മുനിസിപ്പാലിറ്റി വടകര കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ പദവി ലഭിക്കുന്ന മുനിസിപ്പാലിറ്റി വടകര കോഴിക്കോട്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പുതിയ പേഴ്സണൽ സെക്രട്ടറി പി പ്രവീൺ സിദ്ധാർത്ഥ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പുതിയ പേഴ്സണൽ സെക്രട്ടറി ആരാണ്? പി പ്രവീൺ സിദ്ധാർത്ഥ്. കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് അഭിയാൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച സംരംഭം മനോദർപ്പൺ. കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് അഭിയാൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച സംരംഭം മനോദർപ്പൺ. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് എന്ന്? 2020 ജൂലൈ 20 മുതൽ. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് എന്ന്? 2020 ജൂലൈ 20 മുതൽ. 2020 ജൂലൈയിൽ അന്തരിച്ച മധ്യപ്രദേശ് ഗവർണർ ലാൽജി ടണ്ടൻ. 2020 ജൂലൈയിൽ അന്തരിച്ച മധ്യപ്രദേശ് ഗവർണർ ലാൽജി ടണ്ടൻ. 2020 ജൂലൈയിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളെ ബാധിച്ച മാൾവെയർ ബ്ലാക്ക് റോക്ക്. 2020 ജൂലൈയിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളെ ബാധിച്ച മാൾവെയർ ബ്ലാക്ക് റോക്ക്. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഹോമിയോ ആയുർവേദ ഡോക്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച പദ്ധതി മുന്നോട്ട്. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഹോമിയോ ആയുർവേദ ഡോക്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച പദ്ധതി മുന്നോട്ട്. കൽക്കരി ലിഗ്നൈറ്റ് ഖനനം നടത്തുന്ന സംസ്ഥാനങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്ര കൽക്കരി മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പ്ലാന്റേഷൻ ഡ്രൈവ് വൃക്ഷാരോപൺ അഭിയാൻ. കൽക്കരി ലിഗ്നൈറ്റ് ഖനനം നടത്തുന്ന സംസ്ഥാനങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്ര കൽക്കരി മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പ്ലാന്റേഷൻ ഡ്രൈവ് വൃക്ഷാരോപൺ അഭിയാൻ. 2020 ജൂലൈയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ധ്രുവാസ്ത്ര. 2020 ജൂലൈയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ധ്രുവാസ്ത്ര. 2020 ജൂലൈയിൽ എമർജൻസി മെഡിക്കൽ സർവീസ് സ്ഥാപിക്കുന്നതിന് ഇന്ത്യയുമായി ധാരണയിലേർപ്പെട്ട രാജ്യം മാലിദ്വീപ്. 2020 ജൂലൈയിൽ എമർജൻസി മെഡിക്കൽ സർവീസ് സ്ഥാപിക്കുന്നതിന് ഇന്ത്യയുമായി ധാരണയിലേർപ്പെട്ട രാജ്യം മാലിദ്വീപ്. UN-ൻ്റെ അന്താരാഷ്ട്ര വർഷങ്ങൾ. UN ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് 2020. പ്ലാന്റ് ഹെൽത്തിനുള്ള വർഷമാണ് 2020. UN ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് 2020. UN ഇൻ്റർനാഷണൽ ഇയർ ഫോർ ദ എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ 2021. UN ഇൻ്റർനാഷണൽ ഇയർ ഫോർ ദ എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ 2021.
UN ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്രിയേറ്റീവ് എക്കണോമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 2021. UN ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്രിയേറ്റീവ് എക്കണോമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 2021. പൊതുജനങ്ങൾക്ക് കളക്ടറേറ്റിൽ നേരിട്ട് വരാതെ വീട്ടിലിരുന്ന് പരാതികൾ സമർപ്പിക്കുന്നതിനായി മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ പദ്ധതി ആരംഭിച്ച ജില്ല കോഴിക്കോട്. പൊതുജനങ്ങൾക്ക് കളക്ടറേറ്റിൽ നേരിട്ട് വരാതെ വീട്ടിലിരുന്ന് പരാതികൾ സമർപ്പിക്കുന്നതിനായി മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ പദ്ധതി ആരംഭിച്ച ജില്ല കോഴിക്കോട്. 30 സെക്കൻഡ് കൊണ്ട് ഫലമറിയാൻ സാധിക്കുന്ന റാപ്പിഡ് COVID-19 ടെസ്റ്റ് സൗകര്യം വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഇസ്രായേൽ. 30 സെക്കൻഡ് കൊണ്ട് ഫലമറിയാൻ സാധിക്കുന്ന റാപ്പിഡ് COVID-19 ടെസ്റ്റ് സൗകര്യം വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഇസ്രായേൽ. 2020 ജൂലൈയിൽ വിക്ഷേപിച്ച ചൈനയുടെ ആദ്യ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം ടിയാൻവൻ 1. 2020 ജൂലൈയിൽ വിക്ഷേപിച്ച ചൈനയുടെ ആദ്യ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം ടിയാൻവൻ 1. 2020 ജൂലൈയിൽ ലോക വ്യാപാര സംഘടനയിൽ നിരീക്ഷക പദവി ലഭിച്ച 25ാമത് രാജ്യം തുർക്ക്മെനിസ്ഥാൻ. 2020 ജൂലൈയിൽ ലോക വ്യാപാര സംഘടനയിൽ നിരീക്ഷക പദവി ലഭിച്ച 25ാമത് രാജ്യം തുർക്ക്മെനിസ്ഥാൻ. ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സ്റ്റീവ് വോ. ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സ്റ്റീവ് വോ. COVID-19 സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് 1 ലക്ഷം രൂപ പിഴയും 2 വർഷം കഠിന തടവും ശിക്ഷ പ്രാബല്യത്തിലാക്കിയ സംസ്ഥാനം ജാർഖണ്ഡ്. COVID-19 സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് 1 ലക്ഷം രൂപ പിഴയും 2 വർഷം കഠിന തടവും ശിക്ഷ പ്രാബല്യത്തിലാക്കിയ സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായി നടത്തിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായി നടത്തിയ സംസ്ഥാനം കേരളം. COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് കേരള കയർ കോർപ്പറേഷൻ വികസിപ്പിച്ച ഉൽപ്പന്നം സാനിമാറ്റ്. COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് കേരള കയർ കോർപ്പറേഷൻ വികസിപ്പിച്ച ഉൽപ്പന്നം സാനിമാറ്റ്. 2020 നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ പ്രദേശം കണ്ണപുരം കണ്ണൂർ. 2020 നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ പ്രദേശം കണ്ണപുരം കണ്ണൂർ. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വന്നത് ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമല. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വന്നത് ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമല. COVID-19 ചികിത്സയ്ക്കായി എല്ലാ ജില്ലകളിലും സ്വയം പരിശോധനാ സംവിധാനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. COVID-19 ചികിത്സയ്ക്കായി എല്ലാ ജില്ലകളിലും സ്വയം പരിശോധനാ സംവിധാനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലവിധത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസമേകുന്നതിനായി SPCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടി ചിരി. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലവിധത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസമേകുന്നതിനായി SPCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടി ചിരി. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വനവിസ്തൃതി വർധനവിൽ ഇന്ത്യയുടെ സ്ഥാനം 3. 4ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 വേദിയാകുന്നത് ഹരിയാന. 4ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 വേദിയാകുന്നത് ഹരിയാന. ഇന്ത്യയിലെ മാതൃമരണനിരക്ക് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് 113. ഇന്ത്യയിലെ മാതൃമരണനിരക്ക് 113. COVID-19 വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദേശത്ത് പോയി പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം തുടരുന്നതിനു വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ DP സിംഗ്. COVID-19 വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദേശത്ത് പോയി പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം തുടരുന്നതിനു വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ DP സിംഗ്. 2020 ജൂലൈയിൽ COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്ക് സിംഗപ്പൂർ സർക്കാരിൻ്റെ പ്രസിഡൻസ് അവാർഡ് ഫോർ നഴ്സസിന് അർഹയായ ഇന്ത്യൻ വംശജ കല നാരായണസ്വാമി. 2020 ജൂലൈയിൽ COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്ക് സിംഗപ്പൂർ സർക്കാരിൻ്റെ പ്രസിഡൻസ് അവാർഡ് ഫോർ നഴ്സസിന് അർഹയായ ഇന്ത്യൻ വംശജ കല നാരായണസ്വാമി. ലോകത്തിൽ ആദ്യമായി ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ ട്രെയിനിൻ്റെ യാത്രയ്ക്കായി വൈദ്യുതീകൃത റെയിൽ ടണൽ ആരംഭിച്ച രാജ്യം ഇന്ത്യ. ലോകത്തിൽ ആദ്യമായി ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ ട്രെയിനിൻ്റെ യാത്രയ്ക്കായി വൈദ്യുതീകൃത റെയിൽ ടണൽ ആരംഭിച്ച രാജ്യം ഇന്ത്യ. 2020 ജൂലൈയിൽ RBIയുമായി $400 മില്യൺ കറൻസി സ്വാപ്പ് ഫെസിലിറ്റിയിൽ ഏർപ്പെട്ട രാജ്യം ശ്രീലങ്ക. 2020 ജൂലൈയിൽ RBIയുമായി $400 മില്യൺ കറൻസി സ്വാപ്പ് ഫെസിലിറ്റിയിൽ ഏർപ്പെട്ട രാജ്യം ശ്രീലങ്ക. ബഹ്റിൻ്റെ അയോഗ്യതയെ തുടർന്ന് 2018 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ ഇന്ത്യക്ക് ലഭിച്ച വെള്ളി മെഡൽ സ്വർണ്ണ മെഡലായി പുനർനിർണയിച്ചു. റിലേയിൽ അംഗമായിരുന്ന മലയാളി മുഹമ്മദ് അനസ്.
ബഹറിൻ്റെ അയോഗ്യതയെ തുടർന്ന് 2018 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ ഇന്ത്യക്ക് ലഭിച്ച വെള്ളി മെഡൽ സ്വർണ്ണ മെഡലായി പുനർനിർണയിച്ചു. റിലേയിൽ അംഗമായിരുന്ന മലയാളി മുഹമ്മദ് അനസ്. ആഗോളതലത്തിൽ കോവിഡ്-19 കുറിച്ചുള്ള നിയമ അവബോധം നൽകുന്നത് ലക്ഷ്യമാക്കി കോവിഡ്-19 ലോ ലാബ് ഇനീഷ്യേറ്റീവ് ആരംഭിച്ച സംഘടന ലോകാരോഗ്യ സംഘടന. ആഗോളതലത്തിൽ കോവിഡ്-19 കുറിച്ചുള്ള നിയമ അവബോധം നൽകുന്നത് ലക്ഷ്യമാക്കി കോവിഡ്-19 ലോ ലാബ് ഇനീഷ്യേറ്റീവ് ആരംഭിച്ച സംഘടന ലോകാരോഗ്യ സംഘടന. 2020 അന്തരിച്ച ടാൻസാനിയയുടെ മുൻ പ്രസിഡന്റ് ബെഞ്ചമിൻ കാപ്പ. 2020 അന്തരിച്ച ടാൻസാനിയയുടെ മുൻ പ്രസിഡന്റ് ബെഞ്ചമിൻ കാപ്പ. ക്രൊയേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആൻഡ്രജ് പ്ലങ്കോവിക്. ക്രൊയേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആൻഡ്രജ് പ്ലങ്കോവിക്. പരുത്തിയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഏത് രാജ്യത്തിലാണ് കോട്ടൺ വെയർഹൗസ് സ്ഥാപിക്കുന്നത്? വിയറ്റ്നാം. പരുത്തിയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഏത് രാജ്യത്തിലാണ് കോട്ടൺ വെയർഹൗസ് സ്ഥാപിക്കുന്നത്? വിയറ്റ്നാം. കോവിഡ്-19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ്. കോവിഡ്-19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ്. കാലാവസ്ഥാ പ്രവചനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ മൗസം. കാലാവസ്ഥാ പ്രവചനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ മൗസം. ദ ഇന്ത്യ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൈൻ വേൾഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എസ് ജയശങ്കർ, കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി. ദ ഇന്ത്യ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൈൻ വേൾഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എസ് ജയശങ്കർ, കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി. 2020 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച എയർക്രാഫ്റ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച രാജ്യം റഷ്യ. 2020 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച എയർക്രാഫ്റ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച രാജ്യം റഷ്യ. 2020 ജൂലൈയിൽ ഐക്യരാഷ്ട്രസഭയുടെ യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ അംഗമായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക അർച്ചന സോറങ്ക്. 2020 ജൂലൈയിൽ ഐക്യരാഷ്ട്രസഭയുടെ യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ അംഗമായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക അർച്ചന സോറങ്ക്. 2020 കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല. 2020 കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല എറണാകുളം. NTPCയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് സോളാർ പവർ പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകുന്നത്? ശ്രീലങ്കയ്ക്ക്. NTPCയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് സോളാർ പവർ പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകുന്നത്? ശ്രീലങ്കയ്ക്ക്. 2020 ജൂലൈയിൽ ഇന്ത്യ ഇന്തോനേഷ്യ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ഡയലോഗിന് വേദിയായത് ന്യൂഡൽഹി. 2020 ജൂലൈയിൽ ഇന്ത്യ ഇന്തോനേഷ്യ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ഡയലോഗിന് വേദിയായത് ന്യൂഡൽഹി. 2020 IPLൻ്റെ വേദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. 2020 IPLൻ്റെ വേദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. 2020 ജൂലൈയിൽ നടന്ന ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾ ഇംഗ്ലണ്ട്. 2020 ജൂലൈയിൽ നടന്ന ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾ ഇംഗ്ലണ്ട്. 2020 പുതിയ വിദ്യാഭ്യാസ നയം. 2020 പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 2020 ജൂലൈ 29. 2020 ജൂലൈ 29 ഇന്ത്യയിലെ പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത്. പുതിയ വിദ്യാഭ്യാസ നയം നിഷ്കർഷിച്ചിരിക്കുന്ന പാഠ്യരീതി 5+3+3+4. പുതിയ വിദ്യാഭ്യാസ നയം നിഷ്കർഷിച്ചിരിക്കുന്ന പാഠ്യരീതി 5+3+3+4. നിലവിലെ പാഠ്യരീതി എങ്ങനെയാണ്? 10+2+3. നിലവിലെ പാഠ്യരീതി എന്താണ്? 10+2+3. 3 വർഷത്തെ അങ്കണവാടി അല്ലെങ്കിൽ പ്രീ സ്കൂൾ പഠനം ഉൾപ്പെടെയുള്ള 12 വർഷത്തെ സ്കൂൾ പഠനമാണ് പാഠ്യപദ്ധതി. 3 വർഷത്തെ അങ്കണവാടി അല്ലെങ്കിൽ പ്രീ സ്കൂൾ പഠനം ഉൾപ്പെടെയുള്ള 12 വർഷത്തെ സ്കൂൾ പഠനമാണ് പാഠ്യപദ്ധതി. പുതിയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ. പുതിയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ. 5ാം ക്ലാസ് വരെയുള്ള പഠനം മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലായിരിക്കും. 5ാം ക്ലാസ് വരെയുള്ള പഠനം മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലായിരിക്കും. 6ാം ക്ലാസ് മുതൽ ഇൻറ്റേൺഷിപ്പോടെ തൊഴിലധിഷ്ഠിത പഠനം. 6ാം ക്ലാസ് മുതൽ ഇൻറ്റേൺഷിപ്പോടെ തൊഴിലധിഷ്ഠിത പഠനം. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം. കേരളത്തിൽ ആദ്യമായി കോവിഡ് രോഗികൾക്ക് എല്ലാ IP ബെഡിലും പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ ലഭ്യമാക്കുന്നതിനായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പദ്ധതി പ്രാണ എയർ ഫോർ ചെയർ. കേരളത്തിൽ ആദ്യമായി കോവിഡ് രോഗികൾക്ക് എല്ലാ IP ബെഡിലും പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ ലഭ്യമാക്കുന്നതിനായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പദ്ധതി പ്രാണ എയർ ഫോർ ചെയർ. കേരളത്തിൽ ആദ്യമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക്
ഇംഗ്ലീഷ് പഠനം കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ഇ മെറ്റീരിയൽ ഫോർ ഇംഗ്ലീഷ് എന്ന പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം. കേരളത്തിൽ ആദ്യമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠനം കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ഇ മെറ്റീരിയൽ ഫോർ ഇംഗ്ലീഷ് എന്ന പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം. മാൻഹോൾ ശുചീകരിക്കുന്നതിനായി ബന്ദിക്കൂട്ട് റോബോട്ട് നിലവിൽ വന്ന ആദ്യ വടക്കുകിഴക്കൻ നഗരം ഗുവാഹത്തി. മാൻഹോൾ ശുചീകരിക്കുന്നതിനായി ബന്ദിക്കൂട്ട് റോബോട്ട് നിലവിൽ വന്ന ആദ്യ വടക്കുകിഴക്കൻ നഗരം ഗുവാഹത്തി. 2020 ഗസ്റ്റേവ് ട്രൂവ് അവാർഡ് നേടിയ കേരളത്തിലെ ഫെറി സർവീസ് ആദിത്യ. 2020 ഗസ്റ്റേവ് ട്രൂവ് അവാർഡ് നേടിയ കേരളത്തിലെ ഫെറി സർവീസ് ആദിത്യ.